അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ, ആ റമളാനു ഷരീഫ് അതിന്റെ മൂന്നാമത്തെ 10 നമ്മളോട് വിട പറയാനിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഉറക്കമില്ലാത്ത രാവുകളാണ്. എന്താണ് ഉറക്കമില്ലാത്ത രാവുകൾ എന്ന് പറയപ്പെടുന്നത്? വളരെയേറെ പ്രാധാന്യമുള്ള 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വളരെ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വളരെ പ്രത്യേകതയുള്ള ഏതൊരു മുഅ്മിനും ആഗ്രഹിക്കുന്ന രാവ്, ശ്രേഷ്ഠമായ ആ രാവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് വിശ്വാസികൾ. ആ രാവ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. പരിശുദ്ധ റമളാൻ, ആ റമളാൻ മാസത്തിലുള്ള വ്രതാനുഷ്ഠാനം, അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കിയെടുക്കാൻ, മനുഷ്യ മനസ്സിലുള്ള വീറും വാശിയും വിദ്വേഷവും പിണക്കവും എല്ലാം മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സൗഹൃദത്തോടെ നന്മയിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും നല്ല സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടും നമ്മുടെ ഹൃദയം ഇത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളിൽ നിന്ന് സംസ്കരിച്ച് നാം എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് നാശമാണ്, നമുക്ക് പരാജയമാണ്. അത് പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധ റമളാൻ കൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ആ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഉഖ്റവിയായ രക്ഷയാണ്. നാളെ ചെന്ന് കിടക്കേണ്ട ഖബർ, അവിടെയും നമുക്ക് രക്ഷ വേണം. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലും നമുക്ക് രക്ഷ വേണം. അതിന് നന്മയുള്ളവരാവണം, തഖ്വയുള്ളവരാവണം, നല്ല മനസ്സിന്റെ ഉടമകളാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷങ്ങൾ, വെറുപ്പ്, പിണക്കം എല്ലാം മാറ്റിവെക്കുക. അത്തരത്തിൽ പിണക്കവും വിദ്വേഷവും അത്തരത്തിലുള്ള സ്വഭാവങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ നോമ്പെടുക്കുന്നത് എങ്കിൽ ആ നോമ്പ് കൊണ്ട് വലിയ ഫലമൊന്നുമില്ല. പട്ടിണി കിടന്നവന്റെ കൂലി പോലുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പിണക്കവും വിദ്വേഷവും ഒക്കെ നമ്മൾ മാറ്റിവെച്ച് ലൈലത്തുൽ ഖദർ കിട്ടണമെന്ന പ്രതീക്ഷയോടെ, നന്മയുള്ളവരിൽ പെടണമെന്ന പ്രതീക്ഷയോടെ, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുള്ള ആ ഒരു മാനസിക ചുറ്റുപാട് നാം ഉണ്ടാക്കിയെടുക്കണം. അതിലൂടെയാണ് ഒരു മനുഷ്യനെ ആത്മസംസ്കരണത്തിന്റെ പൂർവസ്ഥിതിയിലേക്ക് റമളാൻ കൊണ്ട് എത്തിക്കുന്നത്. റമളാനിന്റെ ലക്ഷ്യവും റമളാനിലുള്ള വ്രതാനുഷ്ഠാനം കൊണ്ടുള്ള ലക്ഷ്യവും ആത്മസംസ്കരണമാണ്. ആത്മസംസ്കരണം ഇന്ന് ഓരോ മനുഷ്യനിക്കും അനിവാര്യമാണ്, അഭിവാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന പല വേട്ടകളും, ലഹരി വേട്ടകളും മറ്റുള്ള പ്രശ്നങ്ങളും നമ്മൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. അത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സംസ്കരിച്ചെടുക്കാൻ ഒന്നുകൂടി ശ്രമിക്കാം. നാഥനിലേക്ക് കൈ ഉയർത്താം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.